നമ്മൾ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ധനുമാസത്തിലെ തിരുവാതിരയുടെ പുണ്യനിറവിൽ തിരുവാതിര വ്രതം നോൽക്കാനും സാക്ഷാൽ മഹാദേവന്റെയും ശ്രീ പാർവതീദേവിയുടെയും മഹനീയമായ അനുഗ്രഹത്തിന് പാത്രമാകാനും കാത്തിരിക്കുന്ന ഒരു പുണ്യ സമയമാണിത്. തിരുവാതിര വ്രതം നോറ്റാലുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്? വ്രതം നോക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്? വ്രതം നോക്കേണ്ട ശരിയായ രീതി എങ്ങനെയാണ്? എട്ടങ്ങാടി നിവേദ്യം, തിരുവാതിരക്കളി, പാതിര പൂച്ചൂടൽ, ആർദ്ര ദർശനം, ഇവയുടെയൊക്കെ ശരിയായ ദിനങ്ങൾ, മുഹൂർത്തങ്ങൾ ഇവയൊക്കെ ഏതാണ്? ഇതെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോയാണിത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും തിരുവാതിര വ്രതത്തെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കില്ലേട്ടോ. ധനുമാസത്തിലെ ശുക്ലപക്ഷ പൗർണമി നാളിലാണ് നമ്മൾ മലയാളികൾ തിരുവാതിര ആഘോഷിക്കുന്നത്. പരമശിവന്റെ ജന്മനാളെന്ന് കരുതുന്നത് പോലെ തന്നെ മറ്റൊരു വിശ്വാസമാണ് ശ്രീ പാർവതി തന്റെ ദീർഘനാളത്തെ കഠിന വ്രതാനന്തരം പരമശിവനെ കണ്ടുമുട്ടിയെന്നും പാർവതിയിൽ പ്രസാദിച്ച സാക്ഷാൽ മഹാദേവൻ തന്റെ സഹധർമ്മചാരിണിയാക്കിയെന്നുള്ളതും. കന്യകമാർ അനുഗുണനായ ഭർത്തൃപ്രാപ്തിക്ക് വേണ്ടിയും സുമംഗലികൾ ഭർത്തൃ സൗഖ്യത്തിനും നെടുമംഗല്യത്തിനു വേണ്ടിയും കുടുംബിനികൾ കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയും തിരുവാതിര വ്രതം ശിവഭക്തി പുരസ്സരം അനുഷ്ഠിച്ചു പോരുന്നു. നവവധുവിന്റെ ആദ്യത്തെ തിരുവാതിരയെ പുത്തൻ തിരുവാതിരയെന്നും ഋതുമതിയുടെ ആദ്യത്തെ തിരുവാതിരയെ പൂത്തിരുവാതിരയെന്നും കേരളീയർ വിശേഷിപ്പിക്കുന്നു. പണ്ട് കാലങ്ങളിലാണെങ്കിൽ തിരുവാതിരയ്ക്ക് ഒരാഴ്ച മുൻപ് മുതൽക്ക് തന്നെ സുമംഗലികളായ സ്ത്രീകൾ പുലർച്ചയ്ക്ക് മുൻപേ ഉണർന്നെഴുന്നേറ്റ് സമീപത്തുള്ള കുളത്തിലോ തടാകത്തിലോ കൂട്ടം കൂട്ടമായി ചെന്ന് ഗാനാലാപനങ്ങളോടെ വെള്ളത്തിൽ കുളിച്ച് പുലരുവോളം ജലക്രീഡ നടത്തുക പതിവായിരുന്നു. പ്രായവ്യത്യാസമില്ലാതെ പെൺകുട്ടികളും യുവതികളും മുത്തശ്ശിമാർ പോലും രാത്രിയുടെ 4-ാം യാമത്തിൽ ഉറക്കമുണർന്നു പോകുമായിരുന്നു. ഇന്നതൊന്നും അങ്ങനെ കാണാനേ ഇല്ല എങ്ങും. തുടിച്ചുകുളി എന്നാണ് അതിന് പറയുക. ആ തുടിച്ചുകുളിയൊക്കെ ഈ പ്രാവശ്യം ജാനുവരി 11, 12, 13 ദിവസങ്ങളിലായിട്ടാണ് പ്രധാനമായും നമ്മൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത്. തിരുവാതിരയുടെ വ്രതാനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ 12 ദിവസമുണ്ടെങ്കിലും ഇന്ന് മകയിരം നാളിലും തിരുവാതിര നാളിലുമായിട്ടാണ് തിരുവാതിര വ്രതാനുഷ്ഠാനങ്ങൾ എല്ലാവരും കൂടുതലായിട്ട് നടത്തുന്നത്. ഇക്കൊല്ലം ജനുവരി 11 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മുതൽ മകയിരം തുടങ്ങും. അന്നേ ദിവസം ഒരിക്കലെടുത്ത് വേണം നമുക്ക് വ്രതം ആരംഭിക്കാനായിട്ടുള്ളത്. മകയിരം നാളിൽ രാവിലെ തേച്ചു കുളിക്കണമെന്ന ആചാരമുണ്ട്. ഉച്ചയ്ക്ക് 4 കൂട്ടി സദ്യ ഉണ്ണാം. രാത്രി എട്ടങ്ങാടി നേദിക്കും. ഇത് കഴിക്കാം. അതോടൊപ്പം കരിക്കും പഴവുമാകാം. തിരുവാതിര വ്രതത്തിൽ അരി ആഹാരം ഒട്ടും തന്നെ ആരും കഴിക്കാറില്ല. എന്നാൽ ചാമ അരി കൊണ്ടുള്ള ചോറുണ്ണാം നമുക്ക്, അല്ലെങ്കിൽ ഗോതമ്പ് ചോറുണ്ണാം. ഇവ 4 കറികൾ സഹിതം ഭക്ഷിക്കണം എന്നാണ് നിയമം. മകയിരം സന്ധ്യയിലാണ് എട്ടങ്ങാടി നിവേദ്യം തയ്യാറാക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം ജനുവരി 11 ശനിയാഴ്ച എട്ടങ്ങാടി നിവേദ്യം നമുക്ക് തയ്യാറാക്കാം. തിരുവാതിര വ്രതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്ഥിരം ആചരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതാണ് ഈ എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്നത്. ചിലർക്കത് അത്ര പരിചയം ഉണ്ടാവില്ല. എങ്ങനെയാണ് എട്ടങ്ങാടി നിവേദ്യം ഉണ്ടാക്കേണ്ടത് എന്ന് ഞാനതൊന്ന് ചുരുക്കി പെട്ടെന്ന് പറയാം. ചാണകം മെഴുകിയ തറയിൽ ഉമ്മിക്കൂട്ടി തീ കത്തിച്ച് കാച്ചിൽ, ചേമ്പ്, ചേന, കൂർക്ക, ചെറുകിഴങ്ങ്, നനക്കിഴങ്ങ്, ഏത്തക്കായ, മാറാമ്പ് എന്നിവ ചുട്ടെടുത്ത് അരിഞ്ഞെടുക്കണം. ഇവ ശർക്കര പാവ് കാച്ചിയതിലേക്കിട്ട് തേൻ, നെയ്, പഴം, നീലക്കരിമ്പ്, ഉണങ്ങിയ നാളികേരം അരിഞ്ഞെടുത്തത്, ചോളമലർ, വൻപയർ, കടല ഇവ വറുത്ത് പൊടിച്ച പൊടിയും ചേർത്ത് കൂട്ടിച്ചേർത്തിളക്കി തയ്യാറാക്കുന്നതാണ് എട്ടങ്ങാടി. കാലദേശങ്ങൾക്കനുസരിച്ച് ചില വ്യത്യാസമൊക്കെ ഉണ്ടാകും. എന്നാലും മിക്കവരും ഈ ഒരു രീതിയിലാണ് എട്ടങ്ങാടി നിവേദ്യം തയ്യാറാക്കുന്നത്. ചാണകം മെഴുകിയ തറയിൽ വിളക്കിന് മുൻപിൽ 3 തൂശനിലകളിലായി എട്ടങ്ങാടി നിവേദിക്കുന്നു. ശിവനും ഗണപതിക്കും പാർവതിക്കും എന്നാണ് സങ്കല്പം. എട്ടങ്ങാടിയോടൊപ്പം താമ്പൂലം, അടയ്ക്ക, കരിക്ക്, കായുപ്പേരി എന്നിവ പ്രധാനമാണ്. സ്ത്രീകൾ പ്ലാവില കുത്തി കരിക്കിൻ വെള്ളം തീർത്ഥമെടുത്ത് ശിവമന്ത്രത്താൽ പൂക്കൾ അർപ്പിച്ചാണ് പൂജ ചെയ്യുന്നത്. അങ്ങനെ എട്ടങ്ങാടി നിവേദിച്ചതിനു ശേഷം ജാനുവരി 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:26 തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നതാണ്. ഇത് പിറ്റേ ദിവസം ജാനുവരി 13 തിങ്കളാഴ്ച രാവിലെ 10:39 വരെയുണ്ട് തിരുവാതിര നക്ഷത്രം. അതുകൊണ്ട് തന്നെ ആർദ്ര ജാഗരണം എന്ന തിരുവാതിര ഉറക്കമിളക്കലും പാതിര പൂച്ചൂടൽ ചടങ്ങുകളും ജനുവരി 12 രാത്രിയാണ് നടത്തേണ്ടത്. തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് രാവിലെ തിരുവാതിരയുള്ള 13 തിങ്കളാഴ്ചയുമാണ്. അങ്ങനെ ജാനുവരി 12-ാം തീയതി ഞായറാഴ്ച രാത്രി ദേവീ ദേവന്മാർക്ക് താമ്പൂലം, അടയ്ക്ക, ഇളനീർ ഇവ സമർപ്പിച്ച് തിരുവാതിരക്കളി ആരംഭിക്കുന്നു. അർദ്ധരാത്രി വരെ ഇതുണ്ടാകും കേട്ടോ. തിരുവാതിര നക്ഷത്രം പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ അർദ്ധരാത്രിയോടുകൂടി പാതിര പൂതേടൽ നടക്കും.
ദശപുഷ്പം ചൂടി അഷ്ടമംഗല്യം, ചങ്ങലവട്ടം, ആർപ്പും കുരവയുമായാണ് പാതിര പൂതേടൽ നടക്കുന്നത്. ദശപുഷ്പങ്ങൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 10 പുഷ്പങ്ങളാണ് അതിലുള്ളത്. ദശപുഷ്പം ചൂടുന്നത് മറ്റൊരു ചടങ്ങാണ്. നെടുമംഗല്യത്തിന് വേണ്ടിയാണിത് എന്നാണ് പറയപ്പെടുന്നത്. ദശപുഷ്പങ്ങൾ കറുക, വിഷ്ണുക്രാന്തി, മുക്കുച്ചി, പൂവാംകുരുന്നില, നിലപ്പന, കയ്യൂന്നി, ഉഴിഞ്ഞ, മുയൽ ചെവിയൻ, ചെറൂള, തിരുതാളി എന്നിവയാണ്. തിരുവാതിര വ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണ വ്രതം കിട്ടൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞായറാഴ്ച രാത്രി തിരുവാതിര കളിയും പാതിരാ പൂച്ചൂടലും, ഇളനീര് കുടിച്ച് വെറ്റില മുറുക്കി പിന്നെ മംഗളം പാടി എല്ലാവരും പിരിയും. അങ്ങനെ വീടെത്തി സ്നാനം കഴിഞ്ഞ് വീണ്ടും ക്ഷേത്രത്തിൽ അതിപുലർച്ചെയുള്ള ആർദ്ര ദർശനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ജാനുവരി 13-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ വ്രതം അവസാനിക്കുന്ന ദിവസമാണ്. അന്ന് രാവിലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാനുവരി 13-ാം തീയതി 10:39 രാവിലെ 10:39 വ്രതം അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതായത് തിരുവാതിര നക്ഷത്രം പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ അതിനു മുൻപായിട്ട് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്ന ആരും തന്നെ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കുടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ 10:39 ശേഷം ക്ഷേത്രത്തിൽ എത്തി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ തിരുവാതിര ദിവസം ശിവക്ഷേത്ര ദർശന സമയത്ത് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുൻവിളക്കും പിൻവിളക്കും വഴിപാട് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഏറ്റവും അനുഗ്രഹദായകമാണത്. അങ്ങനെ തിങ്കളാഴ്ച 10:39 വ്രതം അവസാനിക്കും. എങ്കിലും വൈകുന്നേരം സൂര്യാസ്തമയം വരെ ഉറങ്ങാതെ ശിവഭജനം നടത്തണം. ശിവസ്തോത്രങ്ങൾ, ശിവകീർത്തനങ്ങളൊക്കെ ചൊല്ലണം. ഉമാമഹേശ്വര മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് ഏറ്റവും പുണ്യമാണ്. അന്ന് പകലും, അതായത് ജാനുവരി 13-ാം തീയതി തിങ്കളാഴ്ച പകലും 10:39 വ്രതം അവസാനിച്ചു എന്നും പറഞ്ഞിട്ട് ഉറങ്ങാനൊന്നും പോകേണ്ടതായിട്ടില്ല. തലേദിവസം ഉറക്കമൊക്കെ നമ്മൾ ഇളച്ചതിന്റെ ക്ഷീണം കാണും. എങ്കിലും പകൽ ഉറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും പുണ്യം. അന്നപ്പോൾ പകൽ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ പ്രാവശ്യം തിരുവാതിര വ്രതത്തിന്റെ പുണ്യം നുകരാൻ എല്ലാവർക്കും കഴിയട്ടെ. അതിന് സാക്ഷാൽ മഹാദേവിന്റെയും പാർവതി ദേവിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.